ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് 7 മീഡിയം സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോഗ്രാം ജീരകശാല അരിയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ഇവിടെ ഞാൻ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള 3 തക്കാളി, അതുപോലെ റൈസിന് ആവശ്യമായിട്ട് കുറച്ച് ക്യാരറ്റാണ്. പിന്നെ 1 കപ്പ് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ദമ്മിടാനും കൂടെ ആവശ്യമായിട്ടാണ്. പിന്നെ അല്പം പുതിനയാണ്, അതും ദമ്മിനും കൂടെ വേണം. അടുത്തത് നമുക്ക് വേണ്ട മസാല പൗഡറാണ്. ഇവിടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അധികം മസാലകളൊന്നും ഇല്ലാത്തൊരു ബിരിയാണി കൂടിയാണിത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുപോലെ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഈ ബിരിയാണിയുടെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ മാത്രമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പൂ. നമുക്ക് ആവശ്യാനുസരണം അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കിംഗ് പാർട്ടിലേക്ക് പോകാം. ആദ്യം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഓയിലാണ് ചേർക്കുന്നത്. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോള കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇനി അത് വയന്ന് വരണം. അതുവരെ നമ്മൾ എണ്ണയിൽ നല്ലോണം വയറ്റുക. ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ തക്കാളി മസാലയിലേക്ക് നേരിട്ട് ചേർക്കാതെ അത് കുറച്ച് വെള്ളത്തിൽ ആദ്യം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും. ഉള്ളിയും തക്കാളിയും നല്ലപോലെ വയന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മസാലയുടെ എരിവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകിൻ്റെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. ഒക്കെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. തക്കാളി ആദ്യം വേവിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയിൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നേരെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മസാലയ്ക്ക് വേണ്ട പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഗരം മസാല നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. മഞ്ഞളും ഇട്ടിട്ട് മസാല നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 100 മില്ലി തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അല്പം പുതിന ചപ്പും ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ദമ്മിന് ആവശ്യത്തിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കുറച്ച് സമയം ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മസാലയൊക്കെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമ്മൾ റൈസ് കുക്കിങ്ങിലേക്ക് പോവുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ റൈസ് നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് എടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ ഓയിൽ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമായിട്ടുള്ള പട്ട ചേർക്കുകയാണ്. അതുപോലെ ഗ്രാമ്പൂ, ഏലക്കായ്, ബേ ലീഫ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഉണക്കമുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പാണ്. കൂടെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുകയാണ്. നമ്മൾ റൈസിൽ ഈ ക്യാരറ്റും കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ്. ഞാനിവിടെ 6 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 12 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് ഇനി നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. അരി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളവും റൈസും കുക്കായിട്ട് ഒരേ ലെവലിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസും വെള്ളവും ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിരിയാണി റൈസ് തന്നെ കിട്ടും. അപ്പം നമ്മളെ മസാലയും റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിങ് പരിപാടിയിലേക്ക് പോവുകയാണ്.
ആദ്യം നമ്മൾ മസാലയുടെ മേലെ കുറച്ച് റൈസ് ഇട്ടു. അതിനുശേഷം നമ്മൾ റൈസിലേക്ക് പൗഡർ ചേർക്കുകയാണ്, ഗരം മസാല പൗഡർ. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിന മിക്സ് ചേർത്തു. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ 3 സ്റ്റെപ്പ് റൈസ് നമ്മൾ ദമ്മിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ റൈസാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതിലും മേലെ ഗരം മസാല പൗഡർ ചേർക്കും, ചപ്പ് ചേർക്കും. കൂടെ നമ്മൾ കുറച്ച് ഗീ കൂടെ ചേർക്കുന്നുണ്ട്. റൈസിന് കുറച്ച് എണ്ണമയം കുറവുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ബിരിയാണി ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് നമ്മളൊരു പഴയ തവ വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ബിരിയാണി പോട്ട് വെക്കുന്നത്. ഇനി നമ്മളൊരു ഫോയിൽ എടുത്തിട്ട് അതിനെ നല്ല പോലെ കവർ ചെയ്യാണ്. ഇത് നമുക്ക് അതിൻ്റെ ഒരു സ്മോക്കും ആ സ്മെല്ലും ഒക്കെ അതിൽ തന്നെ കുടുങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു 10 മിനിറ്റ് ദമ്മിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മ് പൊളിക്കുകയാണ്. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ല് പോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മൾ ഈ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ റൈസിനെ വേറൊരു പോട്ടിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ഈ മസാലയും റൈസുമായിട്ട് കുറച്ച് മിക്സ് ചെയ്യണം. ആ റൈസിലേക്ക് മസാലയുടെ ആ ഒരു ഗ്രേവി കുറച്ചുണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് തന്നെ ആവുക. അങ്ങനെ നമ്മൾ മസാലയിലുള്ള റൈസ് മുഴുവനായിട്ടും പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഈ റൈസുമായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ വൈറ്റ് റൈസിൽ തന്നെ നമുക്ക് ഈ മസാലയും കൂടെ ചേർന്നിട്ടുള്ളൊരു യെല്ലോ കളറൊക്കെ അതും വരും. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ നിങ്ങൾ കാണലില്ലേ, ഈ ഒരു റൈസാണ് നമുക്ക് ഉണ്ടാവാറ്. അങ്ങനെ നമ്മളെ മസാലയും റൈസും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല. നമുക്ക് കല്യാണ വീട്ടിൽ അതേ രുചിയിലുള്ളൊരു ബിരിയാണി കൂടിയാണ്. പിന്നെ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.